വസുധ സെപ്റ്റംബർ 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് നമ്മുടെ കൗമുദി ടിവിയിൽ. സത്യത്തിൽ അങ്ങനെ പറഞ്ഞ സത്യം ഞാൻ എൻ്റെ ഈ 2 ചെവി കൊണ്ട് കേട്ടതാ. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും. എടാ കേട്ടപ്പോ അവിടെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കാൻ പറ്റില്ലായിരുന്നു നിനക്ക്. ഞാൻ ഈ പച്ചപ്പടക്കം നീക്കുന്നുണ്ട് മച്ചമ്മയ്ക്ക് ഒക്കുന്നില്ലേ? മച്ചമ്മ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ അവിടെ കൈവച്ച കേൾക്കണ്ട. എൻ്റെ സ്വഭാവത്തിൽ ഞാൻ അവിടെ കൈവച്ച എൻ്റെ പിള്ളേർക്ക് തള്ളയില്ലാതാവും. അമ്മാരും ചെയ്തു കളഞ്ഞേ. ഇതിലും ഭേദം അത് തന്നെ. എന്തിനു പിള്ളേർക്ക് ഇങ്ങനെ ഒരു തള്ള? കഷ്ടം. പിള്ളേരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനകത്ത് മച്ചമ്പി കാര്യഗൗരവമായിട്ടൊന്ന് ഇടപെടണം. കൊടങ്ങാവളെ 2 ക്ലബ്ബുകളെ കൂട്ടിയടിപ്പിച്ച് കൂടെ ഒറ്റ കൊതി തുടങ്ങണ്ട. നിസാരം ഒലിക്കരിക്കരുത്. ഇതേ ഇതിനെല്ലാം പ്രധാന കാരണം നീ ഒരുത്തം തന്നെയാണ്. ഞാൻ എന്താ ചെയ്തെന്ന് അവള് വിളിച്ചപ്പോ കൂടെ അങ്ങ് പോണമായിരുന്നു. പോയെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവൂലായിരുന്നു. എന്റെ അവിടുത്തെ സിറ്റുവേഷൻ ഞാൻ മച്ചമ്പി ഇത് പ്രശ്നം എന്തെന്നറിയാമോ? നീ പോകാത്തോണ്ട് അവള് നമുക്കിട്ട് പണി തന്നോണ്ടിരിക്കുകയാണ്. അതാണ്. അതുകൊണ്ടാണ് ഞാൻ മച്ചമ്പി കാര്യഗൗരവമായിട്ട് ഇതിനകത്ത് ഇടപെടണമെന്ന്. എടാ നീയല്ലേ കെട്ടിയോൻ, നീയല്ലേ അവളുടെ കെട്ടിയോൻ. ഞാൻ കെട്ടിയോൻ്റെ ചേട്ടനെ ആവണുള്ളൂ കേട്ടോ. എനിക്ക് ഇടപെടണതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഞാൻ അവളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എടുത്തടിച്ച പോലെ എൻ്റെ മൂത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നില്ല എൻ്റെ വില. അവിടെ ഞാനിതിൽ ഇടപെടണമെങ്കിൽ കുറച്ച് കാര്യഗൗരവമായിട്ട് കുറെ ചിന്തിച്ചിട്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതിനുള്ള സമയം ഇവിടെ ഉണ്ട്. സമയം ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നാലേ ഇത് ശരിയാവുള്ളൂ. റോസ്മേരി എവിടെ? ബാത്റൂമിൽ കുളിക്കുന്നു. കുഞ്ഞുമച്ചിയാ? ഊർക്കം വലിച്ചോടന്ന് ഉറങ്ങുന്നു. നന്നായി. ഒരണക്കിന് തങ്കം കൂടെ ഇല്ലാത്ത നന്നായി. ഇല്ലെങ്കിൽ പെട്രോളും ആസിഡും RDX എല്ലാം കൂടെ ഇവിടെ ആകെ ഒരു പൊരിച്ചിൽ തന്നെ. അച്ഛനോട് ഉള്ള സമാധാനോടെ പോയാനെ. ഒരു കാര്യം ചെയ്യും, നീയും കൂടെ ഇപ്പം എന്നോട് വാ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം. എന്ത് പ്ലാൻ ചെയ്തിട്ട് വേണമെങ്കിൽ അവളെ ഇവിടുന്ന് എത്ര പെട്ടെന്ന് കെട്ടുകെട്ടിക്കും. ഇത് അവളെ ഓടിക്കാനുള്ള പ്ലാനിങ് അല്ല, ഇത് പാർട്ടിയുടെ 1-2 പരിപാടികൾ, അതൊന്ന് പ്ലാൻ ചെയ്യണം. വാ. അല്ല അയ്യോ, അതിന് വരാൻ പറ്റത്തില്ല. ഈ വെടിമരുന്നിന് ആസിഡിന് ഒരു മുറിക്കാത്തിട്ടിട്ട് ഞാൻ നിൽക്കാൻ പറ്റത്തില്ല. അതുമല്ല എലിപ്പൊണ്ണിന് ആസിഡോ മസാലയും പച്ചക്കറിയൊക്കെ മേടിച്ചു കൊടുക്കണം. തൽക്കാലം നീയായിട്ട് ഇനിയിപ്പോൾ ഒന്നിനും ഇടപെടണ്ട. ഞാൻ വന്നിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. എന്താ നിനക്ക് എന്റെ മക്കളെ നിന്ന് പിന്നെ പറഞ്ഞ് തെറ്റിപ്പിക്കണോ ഇല്ലേടി? എന്നിട്ട് ഈ വസ്തു വീതം വെക്കണോ അല്ലേ? എന്തുവായാ മനസ്സിലായില്ലേടി? നിന്റെ മനസ്സിരിപ്പ് ഒന്നും നടക്കത്തില്ലടി. എന്റെ മക്കളെ നിന്ന് പിരിക്കാനും പറ്റത്തില്ല, നിന്റെ വസ്തു വീതം വയ്ക്കാനും നടക്കത്തില്ല. മലയാളത്തിൽ പറയടി, മലയാളത്തിൽ പറയടി. എന്നടി നീ മലയാളത്തിൽ പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ലേ? മലയാളത്തിൽ പട്ടി നിന്റെ മറ്റവനാണ്. കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലടി. എന്തോന്ന് അല്ല പറയാനുണ്ടെങ്കിൽ മലയാളത്തിൽ പറയണം. നീ മലയാളത്തിൽ പറയണമെന്ന് മനസ്സിലാവത്തില്ല. വേണ്ട വേണ്ട, ഈ വീട്ടിലാണ് ഞാൻ കണ്ടുപോയത്. ഞാൻ തിരിച്ചു ഞാൻ ശരിയാക്കും. അതൊക്കെ കേറി അവർക്ക് വിവരമില്ലാത്തവരാ അമ്മച്ചി. സ്ത്രീക്ക് വിവരമില്ലാതാ. റൊണാൾഡേ, ഇതെവിടെ പോയിട്ട് വന്നേ? അല്പ സമാധാനത്തിന് വേണ്ടി ആ റോഡിൽ പോയിരുന്നേ. ഇപ്പൊ എന്ത് സമാധാനക്കേട്? അപ്പൊ മേളത്തെ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? അതെന്തോ ബഹളം കേട്ടോ. ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചാണ്. റോസ്മേരി റോസ്മേരി ഈസ് കമ്മിങ് ഇൻ 2 ദിവസം. 2 തൊട്ടു പിന്നാലെ അമ്മ ഈസ് കമ്മിങ് 1 ദിവസം. അമ്മ വാച്ചിങ്, റോസ്മേരി വാച്ചിങ്, ക്ലാഷിങ്, അമ്മ വാച്ചിങ്, ആടി പിടി ചണ്ട. എന്തായി? ക്ലീറ്റോ എന്നെ കൊല്ലാൻ നീക്ക് എന്റെ കുഴപ്പമെന്ന് പറഞ്ഞോണ്ട് അവള് വഴക്കുണ്ടാക്കാനായിട്ട് ഇനി വന്ന. വഴക്കുണ്ടാക്കാൻ വന്നതല്ല. ആ പറയുന്ന വാർത്ത കേട്ടത് നിങ്ങൾക്ക് സന്തോഷമാവും. എന്നെ തിരിച്ച് കൊടങ്ങാവളേക്ക് കൊണ്ടുപോയി.
അത് പിന്നെ അവള് പറയൂലേ, അവള് ഭാര്യയല്ലേ. സുനിച്ചേച്ചി എന്തോ പറഞ്ഞിട്ട് ആ പണിയുള്ളപ്പോ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം പോകാതിരുന്നപ്പോഴല്ലേ ബുള്ളറ്റിന്റെ പണി വന്ന് ഞാൻ പണി കൊടുത്ത് രാവിലെ കൃത്യമായിട്ട് പൈസ ഇട്ട് കൊടുത്തില്ലേ? ഞാനിവിടുന്ന് അങ്ങോട്ട് വരാൻ നേരം പണി വരും, അപ്പൊ ഞാൻ പണി കളഞ്ഞ് പോകത്തില്ലേ? അത് മനസ്സിലാക്കണ്ടേ? എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പോണ്ടേ? ഇതിപ്പോ ആജീവനാന്തം കൊണ്ടുപോകാൻ ഞാൻ അവിടെ പോകുന്ന അവക്ക് ഓണപ്പരിപാടി ഇടയ്ക്ക് എന്റെ കൈ കോർത്ത് പിടിച്ചോണ്ട് ശ്രീശക്തിക്കാർ ഇടയ്ക്കൂടെ നടക്കണമെന്ന്. ആഗ്രഹം കാണൂലേടാ, നീ പോയിട്ട് വാന്ന്. എല്ലാ പെണ്ണുങ്ങളും ഈ ഒരു കാര്യത്തിന് കറക്റ്റ് തന്നെ. പക്ഷെ എന്തൊരു പാടാണ് കർത്താവേ. ഇത് റിങ് ചെയ്യുന്നുണ്ടല്ലോ ദൈവമേ. ഫോൺ ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുവാണ്? ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഫോൺ എവിടെ വെച്ചിരിക്കുവാണ്? ഫോണി അവിടെ കുത്തിയിട്ടുണ്ട്. എന്തുവാണ് ചേച്ചാ, ഒരു കാര്യത്തിന് വിട്ടാ പോയി എടുത്താണ്. പിന്നെ പച്ചക്കറി വൈകിട്ടത്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ധൃതി പിടിച്ച് വരേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു? വൈകിട്ടത്തേക്കാന്ന് പറഞ്ഞപ്പോ വൈകിട്ടേ കൊണ്ടുവരുത്തോളാം. ചാടി പിടിച്ച് വരണ്ടല്ലോ. പിന്നെ ആരെങ്കിലും കണ്ട് വായിട്ട് നോക്കി നിന്നിട്ടുണ്ടാവും. ഞാൻ നമ്മുടെ പഞ്ചറയുടെ ബിജുവിന്റെ വടയിരുന്നേ, അവൻ നല്ല മൊരിഞ്ഞ വടയും ചുട്ടുകാപ്പിയും പിടിച്ചു. ആ അവനവന്റെ വയറ് നിറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യം മറന്നുപോയി. അപ്പൊ കൊണ്ടുവന്നിട്ട് ഉടനെ പുഴുങ്ങാനല്ലല്ലോ, സമയത്ത് സാധനം കിട്ടിയാ പോരെ. അതായിരിക്കും നല്ലതുണ്ട്. ഇവിടെ നടന്ന പുകില് വല്ല അറിഞ്ഞ? എന്താ പോലും ഭൂകമ്പമായിരുന്നു, ഭൂകമ്പം. വഴക്ക്. ആര്? റോസ്മേരി അമ്മച്ചേട്ടാ? അല്ല, ഇവിടുത്തെ അമ്മയും കുഞ്ഞമ്മച്ചിയുമായിട്ട്. എന്താ കാര്യമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനൊരു വലിയ ഒച്ച കേട്ടിട്ടാണ് ഓടി വന്നത്. നോക്കുമ്പോ രണ്ടും കൂടെ ഇടി. എന്റെ പൊന്നോ, കുഞ്ഞമ്മച്ചി എന്താണ്ടൊക്കെ പറഞ്ഞെന്ന്. എന്ത് നമ്മുടെ പിന്നെ ഞങ്ങൾ മക്കളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയെന്നാ, ഇവിടുത്തെ സ്വത്ത് വീതം വെക്കാൻ നോക്കിയെന്നാ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്ത് ബഹളമായിരുന്നു. അമ്മ ഒന്ന് പറയും, കുഞ്ഞമ്മച്ചി രണ്ട് പറയും. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയായിരുന്നെന്ന്. നിനക്ക് പിടിച്ചു മാറ്റിക്കൂടായിരുന്നു പെണ്ണേ? ഞാൻ അമ്മേനെ ഒരു വിധത്തിൽ പിടിച്ചോണ്ട് പോയി. ഞാൻ റോസ് ചേച്ചിയോട് പറഞ്ഞ് കുഞ്ഞമ്മച്ചിനെയും പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ ഈ എല്ലാവരും കൂടെ ഇവിടെ വന്ന് കിടന്നിട്ട് ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്ക് അനുഭവിക്കുന്ന ഞാനാണ്. എന്തൊരു നാണക്കേടാണ്. ഏട്ടനുണ്ടായിരുന്ന എന്നെ കൊന്നേനെ. എല്ലാരുടെ കാര്യം എല്ലാവരുടെ കരയാൻ വെച്ചപ്പോ എന്നെ പാഴ്സലാക്കിയാനെ. ഇത് വന്ന് കയറിയപ്പോ മുതല് അവിടുത്തെ അമ്മ ചൊറിയാന്നും പറഞ്ഞോണ്ട് അമ്മച്ചി എന്റെ അടുത്ത് പരാതി പറഞ്ഞായിരുന്നു. ആര് അങ്ങോട്ടും ഉണ്ട് ചൊറി, ഇങ്ങോട്ടും ഉണ്ട് ചൊറി. ആണോ? ഞാൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് മനസ്സിലാവണില്ല എന്തിനായിരുന്നു വഴക്കുന്നു. അമ്മയാണ് ചോദിച്ചിട്ടൊന്നും പറയണില്ല. കുഞ്ഞമ്മച്ചിക്ക് എന്താ എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിൽപ്പുണ്ട്. വഴക്കുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് സ്വത്ത് വീതം വെക്കുന്നതാ. ഇനിയും വഴക്കുണ്ടാവും. കുറേ സംഭവങ്ങളോട് അരങ്ങേറുന്നോണ്ടില്ല പെണ്ണെ. എന്തുവാ വഴി അറിയാം. എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടേ വരും. എന്തോ ഉണ്ട്. എന്നോട് പറയാതിരിക്കാണ്. മര്യാദക്ക് എന്നോട് പറഞ്ഞോ. പറയാം. ഇപ്പൊ പറഞ്ഞിട്ട് പോയാൽ മതി. ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഞാൻ പറയാം. ഈ പെണ്ണ അറിയോ? എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോ രണ്ടുപേരും കൂടെ. നിങ്ങളെല്ലാം കൂടെ എന്നെ ഇവിടുന്ന് ഓടിക്കരുത് അവസാനം. അതല്ല കാരണം ഞങ്ങൾ അങ്ങ് പോയ എന്നെ ഇവിടുന്ന് ഓടിക്കും, ക്ലീറ്റോ ചേട്ടൻ അവിടുന്ന് ഓടിക്കും. അതാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം. അല്ല പിന്നെ എല്ലാം വാങ്ങിച്ചതില് മുട്ട പറഞ്ഞായിരുന്നല്ലോ. മുട്ട വാങ്ങിച്ചില്ലേ? മുട്ട മേടിക്കാനല്ല ഞാൻ വിട്ടത്. ആ കവർ പഞ്ചറുകട ഇരിപ്പുണ്ട്. എന്റെ പൊന്നോ, ഇനി അതെടുക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ ആയിരിക്കും വരുന്നത്. ടക്കനെ പോയി ടക്കനെ വരാം. ആ ഫോണും കൂടി എടുത്തോണ്ട് പോകും. എന്ത് വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞെന്ന് പറയാം. എന്ത് പ്രശ്നം? പ്രശ്നോ? ഇവിടെ യുദ്ധമായിരുന്നു. യുദ്ധം. ഇവിടെ യുദ്ധം നടക്കാൻ ഇവിടുത്തെ പോരാളികൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ പോരാളികളല്ല. കൊടങ്ങാവള തമ്പുരാട്ടി ഇവിടുത്തെ തമ്പുരാട്ടിയുടെ ഭയങ്കര പോർവിളിയും വഴക്കും. ഞാൻ കടയിൽ പോയിരുന്നേ, വന്നപ്പോൾ ലില്ലിപ്പെണ്ണ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞേ. കൂട്ടിച്ചോദ്യം ചീത്തവിളി എന്തെല്ലാമോ നടന്നു. കേസ് കൊതി നുണയും സെക്ഷൻ 183. റോസ്മേരി പോയി ഇവിടുത്തെ അമ്മയോട് ഇല്ലാത്ത വചനം കൊതി നുണയായിട്ട് പറഞ്ഞു കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞത് മറ്റമ്മ വിളിച്ചത് ഒന്ന് താക്കീത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്തണമെന്ന്. ആണോ? മറ്റമ്മ പറഞ്ഞു വേണ്ട. അതെ, ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനൊരു വഴക്ക്. ഇങ്ങനൊരു വഴക്ക് വേണം. എന്തിന്? വഴക്കുണ്ടായാലേ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റൂട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലും മനസ്സിലോട്ട് ഒന്ന് പറയും. എനിക്കൊന്നും മനസ്സിലാവും. അതായത് നീ എൻ്റെ കൂടെ നിൽക്കുക. റോസ്മേരി നിനക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിടണമല്ലോ. പിന്നെ അതിന് ചെറിയ കളികളൊക്കെ ഞാൻ കളിക്കാൻ പോകുന്നുണ്ട്. എങ്ങനെ? അതിൻ്റെ ഓപ്പറേഷൻസ് നമുക്ക് ആദ്യം അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ അമ്മയോ കൊടുക്കാം? ഇല്ല, രത്നമ്മ തമ്പുരാട്ടിയിൽ നിന്നും നമ്മൾ ആരംഭിക്കുന്നു. എന്നെ കൂടെ നിന്ന് കാര്യങ്ങൾ കണ്ടുപഠിച്ചോ. ഫോളോ മീ. വാടാ. അമ്മേ. അമ്മാ എന്താടാ? ലില്ലിപ്പെണ്ണെന്തിയെ? അവളെ ഭർത്താൻ കാണും. അമ്മ പിന്നെ ഒരു കാര്യം പറഞ്ഞ അമ്മയെ ബോധിപ്പിക്കാനാണ് ഇപ്പൊ വന്നേക്കണത്. കാര്യം ഒന്ന് വേറൊന്നുമല്ല,
ആ റോസ്മേരി ഇല്ലേ ഇവൻ്റെ പെണ്ണും പിള്ള തന്നെ അവള് വന്ന് അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞു സ്വത്ത് വീതം വെക്കാൻ പോകണം ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു പറഞ്ഞു അതിനെന്ത് ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല അമ്മ. ഞങ്ങളത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. സത്യം. ആ കൊറോണ കുഞ്ഞമ്മച്ചി പാവമാണ്, അവർ ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ കൊറോണ കുഞ്ഞമ്മച്ചിയെ ന്യായീകരിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നത്? എന്തിനമ്മ അതിന്റെ ആവശ്യം എന്താണ്? ഇത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിലല്ലേ നമ്മൾ പറഞ്ഞെന്ന് പറയണ്ടേ ഉള്ളൂ. അവള് മോശക്കാരിയൊന്നും അല്ല. ഏയ് ആണ്ട, അവർ വാവോയൊരു കോടാലിയാണെന്ന് അറിയാല്ല, വായി പറഞ്ഞൊക്കെ വിളിച്ച് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല, അവരങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്ത് ഇനിയിപ്പോൾ സ്വത്ത് വീതം വയ്ക്കണം എനിക്ക് അമ്മയോട് നേരിട്ടൊന്ന് ചോദിച്ചപ്പോൾ അത്രയല്ലേ ഉള്ളൂ, എൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പള്ളി പെരുന്നാളിന് വിളിക്കാൻ വന്നതാ. അവരതിന് വിളിക്കാൻ വന്നതാണ് പാവം, വലിയ സ്നേഹത്തോടെ. ഇത് അവള് കുഞ്ഞമ്മച്ചിക്ക് ഒരു പണി കൊടുത്തതാണ്. എന്തിന്? അതിന് അമ്മയും മരുമോളും ഇല്ലേ, പഴയ വൈരാഗ്യങ്ങളൊക്കെ അവിടെ ഉള്ളതിനൊക്കെ മനസ്സിട്ടിട്ട് പതുക്കെ ഒരു ചുമ്മാ അവസരം കിട്ടിയപ്പോൾ ഒരു പണി കൊടുത്ത് തന്നെ. അതുകൊണ്ടേ ഈ റോസ്മേരി പറഞ്ഞത് നുണയാണെന്ന് അവളെ കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തണം. അതെങ്ങനെ? അതിന് അവളെ ഇച്ചിരി നമ്മളൊന്ന് സമ്മർദ്ദത്തിലാക്കണം. അത് വേറെ ഒന്നും വേണ്ട. അമ്മ റോസിനെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറയണം, എടി കൊച്ചാ നീ പറഞ്ഞില്ലേ വസ്തു വീതം വയ്ക്കണ കാര്യം, കനകനും തങ്കവും കൂടെ വരട്ട്, വന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ കൂട്ടി ചോദിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ പതുക്കെ അവളോട് അങ്ങ് പറ. അപ്പം അറിയാമല്ലോ അവൾ എന്താണ് നിലപാട്. അമ്മ അവള് പിന്നാമ്പുറത്തോട് അമ്മയോട് വന്ന് കട്ടിലിരുന്ന് ഈ കാര്യങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കണ്ട്. പിന്നെ അല്ല അവളെ കൊണ്ട് തന്നെ അവള് പറഞ്ഞത് കള്ളത്തരമാണ് നമ്മ തെളിക്കുന്നത്. ആ കാര്യം ഞാൻ ഏറ്റു. കേട്ടാ, ഇത്രയേ ഉള്ളൂ. നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ടങ്ങ് എടുക്കണം. എന്നാ മുള്ളാം, അല്ല പോവാ. ശരി അമ്മ. ശരി. ക്ലീറ്റണ്ണ ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, വേണ്ടേ? ഞാൻ ഇപ്പൊ വരണ വഴിക്ക് ഒരെണ്ണം കുടിച്ചിരുന്നു. അയ്യോ ഞാൻ ഇവിടെ എല്ലാം തൂക്കുവാ. നിങ്ങളുടെ എന്തൊരു പൊടിയാന്നറിയോ ഇത്? തങ്കം ഇല്ലല്ലോ, തങ്കം പോയിട്ട് 2 ദിവസം ആയില്ല, അതുകൊണ്ടുള്ള പൊടിയാ ഇത്. പക്ഷെ ഇത് 2 ദിവസത്തെ പൊടിയൊന്നുമല്ല. തുമ്മി എന്റെ ഊപ്പാട് വന്ന്. റോസേ കണക്കെഴുതു ഇത് പാർട്ടിയുടെ കുറച്ച് കണക്കും കാര്യങ്ങളും. റോസ് നമ്മുടെ അമ്മയെ കണ്ടിരുന്ന? പിന്നെ അമ്മ കണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞായിരുന്നു അമ്മയോട്? എന്തേലും പറഞ്ഞെന്ന് ചോദിച്ചാ പിന്നെ അമ്മയോട് അമ്മയുടെ മുട്ടുവേനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ നല്ലൊരു ആയുർവേദ ആശുപത്രി ഉണ്ട്, അങ്ങോട്ട് വന്നാൽ മതി. അയ്യോ അങ്ങനെയല്ലാത്ത മരുന്നില്ല എൻ്റെ ക്ലീറ്റോണ്ണ, എല്ലാ മരുന്നും ഉണ്ടായിരുന്നു. ഈ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കണതിന് മരുന്നല്ലോ ഉണ്ടോ? ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നതിനില്ല, ഈ ഉള്ള കാര്യത്തിനുള്ള മരുന്നുകൾ തരും. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുമല്ലോ. ഇപ്പം നമുക്ക് അവിടെ വേദന ഇവിടെ വേദന, അതിനുള്ള മരുന്ന് തരും. അല്ല ഇപ്പം ആവശ്യമില്ലാത്തതിനുള്ള മരുന്ന് ആർക്കാ വേണ്ട? ക്ലീറ്റോണ്ണനാണ്. ഇല്ല, എൻ്റെ പരിചയത്തിലേ നമ്മുടെ വേണ്ടപ്പെട്ട ഒരുത്തൻ്റെ ഭാര്യ ഈ അനാവശ്യമായിട്ട് അതും ഇതും പറഞ്ഞുണ്ടാക്കി ചുമ്മാ വഴക്കം കൊണ്ടാണ് ഈ ഏഷണിയൊക്കെ ഉണ്ടാക്കണ ഒരു സ്വഭാവം ഉണ്ടേ. അപ്പം അതുകൊണ്ട് അതിനെന്തിനും മരുന്ന് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട് എൻ്റെ ക്ലീറ്റോണ്ണ. ആ കുടുംബം നരകമായിരിക്കും. ആ ചെറുക്കൻ ഒരു സൗകര്യം കൊടുക്കത്തില്ല. ഇല്ല, അവനിപ്പം അവൻ്റെ നല്ല സമയത്തിന് അവനിപ്പം അവിടെ ഇല്ല, അവൻ ഭാര്യയുടെ കൂടെ അല്ല, വേറെ അടുത്ത് മാറി നിൽക്കുകയാണേ. ആണോ? അതാ ഇങ്ങനെയുള്ള മറുപടി എങ്ങനെ ജീവിക്കണ്ട? എന്നാ ഞാൻ തൂക്കട്ടെണ്ണ. പിന്നെ ഇതല്ലാതെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ അവിടുത്തെ സ്വത്തില്ലേ നിങ്ങളെ അച്ഛൻ്റെ പാപ്പയുടെ സ്വത്ത്? അത് ആങ്ങളെ അത് ഷെയർ ചെയ്യുന്ന കാര്യമൊക്കെ എന്തായി? വീതം വയ്ക്കുന്ന? അത് ഞാനും അവനുണ്ടല്ലോ ബെന്നി, ഞാനും അവനും കൂടെ ഭയങ്കര തർക്കവും ബഹളവും ഒക്കെ ആയിരുന്നു. ഏതായാലും പപ്പ 2 പേർ കൂടെ ഷെയർ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാലശേഷം കാലശേഷമായിരിക്കും. പപ്പയ്ക്കും ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ. മക്കളെ സ്വഭാവം അറിയാലോ. പോവാണ്ടായിരുന്നു. ഇവിടത്തെ അവസ്ഥ അത് തന്നെ. ഇവിടുത്തെ വസ്തുവും വീതം വെക്കണതിനെ കുറിച്ച് ഇടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ അടുത്ത് പലരും ഒക്കെ പറയാറുണ്ട്, ഇളക്കാറുണ്ട്. അപ്പോൾ അമ്മയും അങ്ങനെ ഇരിക്കുകയാണ്, ഇവിടുത്തെ വസ്തു വീതം വെച്ച് നമുക്കെല്ലാം തരുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുന്നുണ്ട്. അതെ അതെ. അമ്മ കണ്ടായിരുന്നു? അണ്ണൻ ഞാൻ പറയായിരുന്നേ, ഇവിടെ പലരും ഈ പറഞ്ഞില്ലേ വയസ്സായവർക്ക് തരാൻ പേടി, പുതിയ തലമുറയ്ക്ക് വസ്തു എത്രയും പെട്ടെന്ന് കയ്യിൽ വേണം. അണ്ണാ ഈ ഒത്തിരി തൂത്തിട്ടായിരിക്കേ എനിക്ക് തുമ്മല് വരുന്നുണ്ട്. ഞാൻ വെളിയിൽ പോയി ഒന്ന് തുമ്മിയിട്ട് ഓടി വരാം. തൂത്താ മാത്രമല്ല, ഈ നമ്മൾ അനാവശ്യമായിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പ്രാക്ക് കേട്ടും തുമ്മും. അയ്യോ അണ്ണ ഞാനൊരു പാവം, എന്നെ ആര് പ്രാകാണ? ഞാനൊരു മിണ്ടാപ്രാണിയല്ലേ അണ്ണ. ഇത് പൊടിയുടെ തുമ്മല, ഇത് പൊടിയുടെ വേറൊന്നുമല്ല. അല്ല, പുറത്തോട്ട് തുമ്മിക്കോ കുറച്ചുകൂടെ. ഞാനെന്നാ തുമ്മിട്ട് ഓടി വരാണ്. അയ്യോ പൊടി പൊടി പൊടി. നീ കൊറേ തുമ്മും.
അം- ഞാൻ മോളെ കാണാനിരിക്കുകയായിരുന്നു, കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ അമ്മേ? അല്ല മോള് ഇരിക്കെ. ഞാൻ അങ്ങോട്ട് വരാത്തതേ ആ. കന്നഡക്കാരി അവിടെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ മോള് പറഞ്ഞ കാര്യേ സ്വത്ത് വീതം ആ അത് ഞാൻ എൻ്റെ മക്കളോട് സംസാരിച്ച്. അവർ നാളെ ഒന്നുമില്ല അമ്മേ. അവർ നാളെ മറ്റന്നാളാ വരും. അപ്പം അവർ വരുമ്പോൾ മോളിവിടെ കാണത്തില്ലേ? കാണും. ആ സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വരുന്നത്. ആ സമയത്ത് മോളിവിടെ ഉണ്ടായിരിക്കണം കേട്ടാ. ആ അത് കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ എന്നാ അപ്പുറത്തോട്ട് പോട്ടെ, വിളിക്കുന്നു. പൊയ്ക്കോട്ടെ. അല്ല കൊച്ചപ്പത്തിന്റെ വലിവ് എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. കഴിഞ്ഞ മാസം എനിക്ക് ഒരു ഇച്ചിരി ഒന്ന് കുറഞ്ഞത്, പിന്നെ എങ്ങനെ സീറ്റ് വലിക്കും? അതന്നെ കുഴപ്പം. അതൊക്കെ കണ്ടേ. കട്ടൻ എടുക്കുക. അവള് റോസ് എവിടെ? റോസ് ചേച്ചിക്ക് ഭയങ്കര തലവേദന കിടക്കുക. തലവേദനയും പോകാതിരിക്കാനുള്ള അടവ്. അടവൊന്നുമല്ല, അവർക്ക് നല്ലോണം തലവനുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം. അയ്യോ അവന്റെ ഒലിപ്പീരുണ്ടോ? എന്തിനാ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അച്ചാച്ചന്റെ ഭാര്യയല്ലേ, പിന്നെ സ്നേഹം ഇല്ലാതിരിക്കുവോ? പിന്നെ എങ്ങും ഇല്ലാത്തൊരു ഭാര്യയും ഭർത്താവും. എന്റെ കുഞ്ഞമ്മച്ചി ഒന്ന് നിർത്തി. എന്തായാലും പറയാൻ തുടങ്ങിയാ പിന്നെ പറഞ്ഞ് അത് ചള ഓളാക്കും. അല്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. അതെ, റോസിന് കട്ടൻ കൊടുക്കാം. ഇല്ല, ഞാൻ ചോദിച്ച പറഞ്ഞിപ്പോ വേണ്ടാന്ന്. അമ്മക്ക് കൊടുത്ത്, പിള്ളേർക്ക് അവർക്ക് നീ എടുത്ത് കുടിക്കണമെന്ന്. ആ കുടിക്കാൻ. പക്ഷെ കഴിക്കാനൊന്നുമില്ലല്ലോ. നീ നിർബന്ധം ഞാൻ കൊടങ്ങാവിളക്ക് പോവാ. അത് വയ്യാതിരിക്കുമ്പോ ഇപ്പൊ നാളെ രാവിലെ പോട്ടടാ, പെട്ടെ ചെല്ലട്ടെ കുഞ്ഞുങ്ങടുത്ത്. അതെ, എൻ്റെ അമ്മയുടെ വാക്ക് ഞാൻ അങ്ങ് അനുസരിക്കും. അമ്മച്ചി പറഞ്ഞില്ലേ എന്നോട് പൊക്കോളാം, ഞാൻ പോവാ. ഞാൻ വരണ്ടേ? അച്ചാച്ചന് ഇഷ്ടമുള്ളപ്പോ വന്നു, ഞാൻ പോവാ. എടാ ഞാൻ കൂടെ ചെന്നേ പറ്റും. ഒറ്റക്കാലം എന്നിട്ട് ഇപ്പം കുഞ്ഞുങ്ങള് തന്നെയല്ലേ ഉള്ളു. ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു, കുഞ്ഞിനെ സ്വപ്നം കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ പോവാ. റോസേ, ഓ റോസ് ഇവിടുത്തെ അമ്മയെ കണ്ടിരുന്ന? ഏതമ്മേ? നമ്മൾ ഇവിടുത്തെ രത്നമ്മ അമ്മയെ അമ്മേ കണ്ടില്ല. കണ്ടില്ല അല്ലേ? അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേണം അമ്മയെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോവാന്. കണ്ട് യാത്ര പറഞ്ഞിട്ട് തന്നെ പോണം കേട്ടോ. ഞാൻ പോട്ടെ, ഞാൻ പോവാ ചാച്ചാ, പോട്ടെ. തലവേദന ഇച്ചിരി ഒന്ന് ഒതുങ്ങി തരൂ. മാറങ്ങോട്ട്. എന്തുവാ ഇത്? ഒരു കാലം എടുത്ത് ഇവിടെ വെക്കും. അങ്ങനെ ഒരു തലവേദന പോയി. തലവേദന ഉള്ള ഒരാള് പോയിന്നേ. എന്താ പറ്റിയടാ അവക്ക്? നിന്നെയും കൊണ്ടേ പോകത്തോളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒറ്റയ്ക്കാന്നല്ല പോയേ. കുഞ്ഞമ്മച്ചി, ചില തലവേദന അങ്ങനെയാണ്, നമ്മളെ കൊണ്ടേ പോകും. അല്ല, തീരുമാനങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. Audience